മുകുന്ദനുണ്ണി അസോസിയേറ്റ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര രീതിയിൽ മലയാള സിനിമയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കിയ ആളാണ് അഭിനവ് സുന്ദരൻ. ആ രീതിയിലാണ് അതിന്റെ മേക്കിംഗ് വന്നിട്ടുള്ളത്. ആർക്കും നന്ദി പറയാതെ തുടങ്ങിയ ഒരു ചിത്രം അതേ രീതിയിൽ തന്നെ ഭയങ്കരമായിട്ട് ആളുകൾ സ്വീകരിച്ച ചിത്രമാണ്. അതിന്റെ ഡയറക്ടർ വീണ്ടും ഒരു പടം എടുക്കുമ്പോൾ അത്രയധികം ആന്റിസിപ്പേറ്റഡ് ആയിട്ട് പ്രേക്ഷകർ വെയിറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ നെസ്ലിനാണ് നായകൻ, നെസ്ലിന്റെ അപ്പനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോദിക്കണേ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? അത് അഭിനവ് ആ സിനിമയെ പറ്റി അതാത് ഭാഗം ചെയ്യുന്ന ആൾക്കാർക്ക് ആ ചെയ്ത ഭാഗങ്ങളല്ലാതെ വേറെ ഒന്നും അറിയില്ല, വേറെ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. എന്താണ് കഥ, എന്താണ് പരിപാടി എന്നുള്ളത് അഭിനവിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ നസിലിനോട് ഇടയ്ക്ക് ചോദിക്കടാ എന്തോടാ കഥ, ഞാൻ എന്തിനാടാ ഇത് പറയുന്നത്. അന്നേരം നസിൽ പറഞ്ഞാൽ മതി, അതിനൊക്കെ കാരണങ്ങളുണ്ട് ചേട്ടാ. ചേട്ടൻ ഡയറക്ടറോട് ചോദിക്കും ധൈര്യമായിട്ട് പറഞ്ഞോളൂ, അതിനൊക്കെ കാരണങ്ങളുണ്ട്. അപ്പം ഓരോ ഡയലോഗ് എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയാണ് അതിനകത്ത് വെച്ചേക്കുന്നത്. ഇത് നമുക്ക് സാധാരണ നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് കഥയുടെ കുറേ ഭാഗങ്ങൾ അറിയാം. അപ്പം നമുക്ക് അഭിനയിച്ച ആൾക്കാർക്ക് ആ സിനിമ കാണുമ്പോൾ അതിൻ്റെ മാജിക്ക് കിട്ടില്ല. പക്ഷേ ഈ മോളിവുഡ് ടൈംസിന് ഞങ്ങൾക്കെല്ലാം മാജിക്ക് കിട്ടും. കാരണം ഞങ്ങൾക്ക് ആർക്കും സിനിമയുടെ കഥ എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് ഇത്ര കുറേയേറെ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇവരൊക്കെ എന്താണ് ചെയ്യുന്നതെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അല്ല ഇപ്പൊ ഇങ്ങനെ കഥ കഥ എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അപ്പൊ എങ്ങനെയാണ് സിനിമ സെലക്ട് ചെയ്യാനുള്ള കാരണം? ഡയറക്ടറുടെ പേരിൽ വിശ്വസിച്ചു? ഡെഫിനറ്റ്ലി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മുകുന്ദനുണ്ണി കണ്ടപ്പോൾ തന്നെ അഭിനവിൻ്റെ ഒരു വർക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഞാൻ കുറേ ഡയറക്ടേഴ്സിൻ്റെ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റിയ ഒരേ ഒരു സിനിമ ഇതാണ്. അഭിനവനെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ലക്കിലി അങ്ങനെ സംഭവിച്ചു. ഞാൻ എൻ്റെ ആഗ്രഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പടത്തിൽ തന്നെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. എത്ര ദിവസം ഷൂട്ടിങ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 100 days, ഓൾമോസ്റ്റ് 100 days ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ പുറത്ത് കേൾക്കുന്നത് സിനിമക്കുള്ളിലെ ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. അത് തന്നെയാണോ പരിപാടി? സിനിമക്കുള്ളിലെ സിനിമയല്ല, ഒരാള് ഒരു പയ്യൻ അവൻ്റെ ചെറുപ്പകാലം മുതൽ അവൻ്റെ ഒരു സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കുന്നതാണ് സിനിമ. മോളിവുഡ് ടൈംസ് എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം, സിനിമയായിട്ട് ബന്ധം കാണും, കണക്ട് ചെയ്യാം. അപ്പോൾ അതിനേക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാദറിന്റെ റോളായിട്ടാണോ വരുന്നത്? നെസ്ലിനെ സപ്പോർട്ട് ഞാൻ ചെയ്തിടത്തോളം വെച്ചിട്ട് എനിക്ക് അങ്ങനെയാ തോന്നിയത്. അതല്ലാതെ തിയേറ്ററിൽ കാണേണ്ടി വരും എന്താ? അതെ അതെ. ആരുടെ കൂടെ ഒക്കെ കോമ്പിനേഷൻസ് ഉണ്ട് നെസ്ലിനെ കൂടാതെ? അതിനകത്ത് നസ്ലിൻ്റെ ഫാമിലി, നസ്ലിൻ്റെ ട്രാവലിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം ഉണ്ട്. ഞാൻ ഇപ്പൊ വരും വിചാരിച്ചിരിക്കുക. ഞങ്ങൾക്ക് അറിയാവുന്ന ഷർഫുദ്ദീൻ ഉണ്ട് അറിയാം, നെസ്ലിൻ ഉണ്ട് അറിയാം, വേറെ ആരോ ഒന്നും റിവീൽ ചെയ്തൊന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് അത് അറിയില്ല. കുറെ ആൾക്കാർ പൂജയൊക്കെ സസ്പെൻസ് ഇരിക്കട്ടെ, സിനിമ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുതുമായിട്ടുണ്ടേ. പൂജക്ക് വന്നപ്പോ കുറെ ആൾക്കാരെ കണ്ടു, പക്ഷെ ആരാ അതിലുള്ളതെന്ന് അറിയില്ല. അൽത്താഫ് ഉണ്ടോ? അൽത്താഫ് സലീം ഇത് ഉണ്ടോന്ന് അല്ലല്ലോ. അപ്പൊ നമുക്ക് റിവീൽ ചെയ്യാവോ? അപ്പൊ ഷറഫുദ്ദീൻ ഉണ്ട്. ചിലപ്പം സംവിധായകൻ ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാത്തതിന്റെ പിന്നിൽ സംവിധായകൻ ഒരു ഉദ്ദേശം കാണും. അപ്പൊ നമ്മളും ആ സംവിധായകൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ പുറത്തു നിന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പൊ അത് ഞാൻ പറയൂല. അല്ല ഷറഫുദ്ദീന്റെ കൂടെ കോമ്പിനേഷൻസ് ഉണ്ട്? ഇല്ല. ഓക്കെ. ഷറഫുദ്ദീനെ സെറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു? ഇല്ല, അതും കണ്ടിട്ടില്ല. ഫാമിലി ആരാണ്? വൈഫ് ആരാണ്? വൈഫ് മീര നായർ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ആണ്, ട്രിവാൻഡ്രത്തുള്ള. ഓക്കെ. നെസ്ലിന്റെ പേരാരാണ്? അയ്യോ അതെനിക്ക് അറിഞ്ഞൂടാ, സത്യമായിട്ട് അറിഞ്ഞൂടാ. മുത്തശ്ശൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറാണ്. ഞങ്ങളുടെ ഫാമിലി ഇതാണ്. കൊച്ചു കുടുംബമാണ്. ഒരു 100 days ഷൂട്ട് ചെയ്യുന്ന പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം ഒരു വലിയ സ്കെയിലാണ്. അതിന്റെ വലിപ്പം കുറച്ച് വലുതാണ്. ഇപ്പം നോർമലി സിനിമകളൊക്കെ ഏതാണ്ട് ഒരു 80 to 80 മുകളിൽ ദിവസങ്ങൾ എടുക്കുന്നുണ്ട്. കാരണം പണ്ടത്തെ പോലെ നമുക്ക് സിനിമ ഷൂട്ട് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം ഫ്രെയിം ടു ഫ്രെയിം നമുക്ക് ഹോൾഡ് ചെയ്തിട്ട്, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ക്രിട്ടിക്സ് ഫ്രെയിം ടു ഫ്രെയിം ഹോൾഡ് ചെയ്തിട്ട് കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു വിരൽ വന്നു, അവിടെ പോയപ്പോൾ ഒരുത്തൻ്റെ വാല് കണ്ടു എന്നൊക്കെ പറയുന്ന രീതിയിൽ വരുന്നതുകൊണ്ട് ഭയങ്കരമായ ശ്രദ്ധയോടും ഡീറ്റെയിലിങ്ങിലും ചെയ്യുമ്പോൾ ഇത്രയും ദിവസങ്ങളൊക്കെ എടുക്കാറുണ്ട്. അത് സ്കെയിലപ്പ് മാത്രം ആവണമെന്നില്ല. ഇപ്പോൾ തമിഴിലെയൊക്കെ സിനിമകൾ സ്കെയിൽ ഭയങ്കര വലിയ സിനിമകളിലെ 100 ദിവസം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു കൊച്ചു സിനിമയാണ്. നമ്മൾക്കാണ് ഇതൊരു ഭയങ്കര സ്കെയിൽഡ് അപ്പ് ഇത്രയും ദിവസം. അങ്ങനെ തന്നെ ആവണമെന്നില്ല. സിനിമ ചിലപ്പോൾ ഈ സിനിമയുടെ മേക്കിംഗ് അത്രയും ദിവസങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും.
അതിൻ്റെ അർത്ഥം ആൾക്കൂട്ടവും ബഹളവും വലിയ വലിയ സെറ്റുകളും വേണമെന്ന് നിർബന്ധമില്ല. നമ്പർ ഡേയ്സ് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു വലിയ സിനിമ നിർബന്ധമില്ല. ലൊക്കേഷൻസിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അങ്ങനത്തെ ലൊക്കേഷനുകളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതികൾക്ക് പ്രശ്നമുണ്ട്. ചിലപ്പം ഡേ സീൻസ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഡേ ടൈമല്ലേ കിട്ടുള്ളൂ ഷൂട്ട് ചെയ്യാൻ. നൈറ്റ് സീൻസ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് നൈറ്റല്ലേ കിട്ടുള്ളൂ ഷൂട്ട്. അപ്പം അങ്ങനെയും ദിവസങ്ങൾ മാറാം. നസിലിന്റെ ഫാദറായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നു. ഈ നസിലിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ പ്രേമലുവിന് ശേഷം പുള്ളിയുടെ രീതിയിൽ മറ്റേ പരിപാടി വിട്ടോ, നമ്മുടെ മറ്റേ ഗെയിം വിട്ടോ? ഇത് കുഞ്ഞിന്റെ എവിടെ ഇതിന് വന്നിട്ടില്ല. അതാണ് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ്. ഫസ്റ്റ് ഇന്ത്യയിലോ എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ചോദിച്ചത്. അതുകൊണ്ട് അല്ല, എങ്ങനെയുണ്ട് പ്രേമലിന് ശേഷം അദ്ദേഹത്തിന് നസിലിന്റെ വളർച്ച ഭയങ്കരമായിരുന്നു. ഇപ്പോൾ ലോകക്ക് ശേഷം വീണ്ടും ഒരു ഇത്. അപ്പോൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യണത്? പുള്ളി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യണത് പുള്ളി ഹിറ്റായിരിക്കും അങ്ങനെ രീതിയിൽ? ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അങ്ങനെയൊന്നും ഞാൻ ചോദിക്കാറില്ല. എന്നാലും എന്താണ് രീതി എന്ന് ചോദിച്ചപ്പം മൂപ്പര് സിനോപ്സിസ് വായിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് കേൾക്കും, ആ പ്രോസസ്സിൽ തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിലേക്ക് എങ്ങനെ എത്തുക ആ കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഞാനൊക്കെ സിനിമയിൽ വന്ന പ്രായമാണ് നസലിന് ഇപ്പോൾ ഉള്ളത്. എനിക്കൊന്നും ഇത്രയും മെച്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു. നസലിൻ എന്നുള്ളതല്ല, ഇന്നത്തെ എല്ലാ യങ്സ്റ്റേഴ്സിനും എല്ലാവരും ഇപ്പം എൻ്റെ കുട്ടികൾ പോലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോൻ പോലും ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നതിനെക്കാട്ടിലും മെച്യൂറാണ്. അപ്പം അത് നമുക്കൊരു ഭയങ്കര അത്ഭുതമാണ്. ഇവരെന്ത് പക്വതയുടെയും പാകതയുടെയുമാണ് ഓരോ കാര്യങ്ങളെ സമീപിക്കുന്നത് എന്നൊക്കെ ഉള്ളത് എനിക്കൊക്കെ നോക്കി പഠിക്കുമ്പോൾ പോലും ഇപ്പോഴും നമ്മുടെ കുട്ടികളെ മാറിയിട്ടില്ല. അവർക്കും ആ കുട്ടികളെയൊക്കെ ഉണ്ടാവും. പക്ഷെ കാര്യങ്ങളെ സമീപിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റിലീസ് ഡേറ്റ് എന്നാ വരുന്നത് അറിയത്തില്ല. ഇപ്പം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നേ ഉള്ളൂ. ഷൂട്ട് കഴിഞ്ഞിട്ട് ഡബ്ബിങ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ലില്ല.